പ്രിയ സഹൃദയമിത്രങ്ങളെ, നമസ്തേ. ഞാൻ മുരളി ബമ്മണൂർ. കാവ്യരശ്മിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഖണ്ഡത്തിൽ മഹാഭാരതത്തിലെ ധർമ്മസന്ദേശം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അനവധി കഥകളിലായി പരന്നു കിടക്കുന്ന മഹാഭാരത കഥ ഖണ്ഡങ്ങളായി അവതരിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ആകാശത്തിലെ നക്ഷത്ര സഞ്ചയം പോലെ ഭാരതേതിഹാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത ധർമ്മസന്ദേശങ്ങൾ അടുത്തറിയാൻ ഒരു മനുഷ്യായുസ്സു പര്യാപ്തമാണോ എന്നത് സംശയമാണ്. അനവധി കഥകളിലൂടെ പകർന്നു നൽകുന്ന സന്ദേശങ്ങൾ ഒന്നൊന്നായി സംഗ്രഹിക്കാനുള്ള ഒരു എളിയ ശ്രമം ആരംഭിക്കുകയാണ് ഇവിടെ. സ്പഷ്ടമായതും ഗുപ്തമായതുമായ അനേകം ധർമ്മ സന്ദേശങ്ങളാൽ സമ്പുഷ്ടമാണ് ഭാരതമെന്ന വിചാരസാഗരം. സൂക്ഷ്മഗ്രാഹിയായ അനുവാചകനു മാത്രമേ ഗുപ്തങ്ങളായ ആശയങ്ങളെ അതിൻ്റെ ഉദാത്ത ഭാവത്തോടെ ഉൾക്കൊള്ളാനാവുകയുള്ളൂ. ജനപദങ്ങളിലെ ജീവിത രീതിയെയും രാജധർമ്മങ്ങളെയും വർണ്ണധർമ്മങ്ങളെയും ചതുരാശ്രമധർമ്മങ്ങളെയും ഒക്കെ വിശദമായി വിവരിക്കുന്നതോടൊപ്പം അനവധിയായ ഹിതോപദേശങ്ങളും അതിൽ വിവരിച്ചിരിക്കുന്നു. ഇവയ്ക്കൊക്കെ പുറമെ ബ്രഹ്മവിദ്യാ സ്വാധ്യായത്തിലൂടെ മോക്ഷമാർഗ സിദ്ധിശാസ്ത്രവും വിശദീകരിച്ചിട്ടുണ്ട്. ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, മീമാംസ, വേദാന്തം എന്നീ ഷഡ്ദർശനങ്ങൾക്കും ബ്രഹ്മപുരാണം മുതൽ ബ്രഹ്മാണ്ഡപുരാണം വരെയുള്ള 18 പുരാണങ്ങൾക്കും ഇടയിലാണ് മഹാഭാരത രാമായണങ്ങളുടെ സ്ഥാനം. മഹാഭാരതത്തിന് 10 ലക്ഷണങ്ങളുണ്ടെന്ന് വിജ്ഞർ അനുമാനിക്കുന്നു. അവയാവട്ടെ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, നിരോധം, ഈശാനകഥ, മുക്തി, ആശ്രയം എന്നിവയാണെന്നും വ്യവഹരിക്കുന്നു. ഭാരതകഥയിലുടനീളം പ്രത്യക്ഷമായും പരോക്ഷമായും ഇഹത്തിലും പരത്തിലുമുള്ള ധർമാധർമ്മ വിവേചനത്തിലൂടെ ധർമ്മസന്ദേശങ്ങളെ വിസ്തരിച്ചിരിക്കുന്നു. ഭാരതേതിഹാസത്തിലെ കഥാഖണ്ഡങ്ങളെയാണ് ഈ പരമ്പരയിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആർഷസംസ്കൃതിയുടെ മൂല്യഖനികളായ വേദശാസ്ത്രോപനിഷത് സത്തയും വേദ വ്യാഖ്യാനാദി ഇതിഹാസ പുരാണ സന്ദേശങ്ങളും ത്രികാല ലക്ഷണം, ജര, മരണം, വിവിധതരം വ്യാധി, ആശ്രമധർമ്മങ്ങൾ, വർണ്ണക്രമം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, താരാഗണങ്ങൾ, വിഹായസ്, യുഗങ്ങൾ, വേദങ്ങൾ, ന്യായം, ശിക്ഷ, ദാനം, ചികിത്സ, ദർശനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഭാരതകാവ്യത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. കൂടാതെ ബ്രഹ്മചര്യം, തപസ്, പുണ്യസ്ഥലികൾ, പുണ്യതീർത്ഥങ്ങൾ, സ്തോത്രങ്ങൾ, നഗരം, അർണവം, ശൈലം, ഋതു, ഉദയാസ്തമനങ്ങൾ, കാടുകൾ എന്നിവയെക്കുറിച്ചുമെല്ലാം വിവിധ കഥാഭാഗങ്ങളിലായി വിസ്തരിക്കുന്നു. പരാശരൻ്റെയും സത്യവതിയുടെയും പുത്രനും ഋഷിയുമായ വ്യാസൻ ലോകനന്മയ്ക്കായി താൻ തപസ്സാധ്യായത്തിലൂടെ നേടിയ ജ്ഞാനഗംഗ എങ്ങനെ ശിഷ്യപരമ്പരയ്ക്കും ജനസഞ്ചയങ്ങൾക്കിടയിലേക്കും എത്തിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് വിശ്വഗുരുവായ ബ്രഹ്മദേവനെ ഉപാസിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷനായി വ്യാസനെ ആശീർവദിച്ചു ചോദിച്ചു, എന്താണ് ഉദ്യോഗപൂർവം എന്നെ ഉപാസിച്ചതെന്ന്. തൻ്റെ ഇംഗിതം വ്യാസൻ ബ്രഹ്മസമക്ഷം അവതരിപ്പിച്ചു. തൻ്റെ മനസ്സിലുള്ള കാവ്യം ആലേഖനം ചെയ്യാൻ കഴിവുള്ള വിജ്ഞനായ ഒരു വ്യക്തിയെ എനിക്ക് അഭിമുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു. വ്യാസൻ്റെ ജ്ഞാനസംശുദ്ധിയെ അറിഞ്ഞ ബ്രഹ്മദേവൻ ശിവനന്ദനായ ഗണേശനെ ധ്യാനിപ്പിച്ചു പ്രസാദിപ്പിക്കാനും ആഗ്രഹമറിയിക്കാനും ഉപദേശിച്ചു. തീവ്ര തപസ്വിയായ വ്യാസധ്യാനത്താൽ പ്രീതനായി ഭക്തവത്സലനായ ഗണേശൻ പ്രത്യക്ഷനായി. വ്യാസൻ ഗണേശനെ ആചരിച്ചുപചരിച്ച് തൻ്റെ ഇംഗിതമറിയിച്ചു. ഗണേശൻ ഉപാധിയോടെ വ്യാസൻ്റെ ആഗ്രഹം അംഗീകരിച്ചു. എഴുതിത്തുടങ്ങിയാൽ നാരായം നിറുത്താനിടവരാത്ത വണ്ണം കാവ്യഖണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിറുത്താനിടവന്നാൽ എഴുത്തു തുടങ്ങുന്നതല്ല. ഇതായിരുന്നു ഗണേശൻ മുന്നോട്ട് വെച്ച ഉപാധി. എന്നാൽ വ്യാസനും തിരിച്ച് ഒരു ഉപാധി വെച്ചു. ഞാൻ പറയുന്ന ശ്ലോകങ്ങളുടെ ബാഹ്യവും ഗുപ്തവുമായ അർത്ഥതലങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു മാത്രമേ എഴുതാവൂ. വ്യവസ്ഥകൾ അന്യോന്യം അംഗീകരിച്ച് ഭാരതം എന്ന ഇതിഹാസ രചന ആരംഭിച്ചു.
നൈമിഷാരണ്യത്തിൽ ഋഷിയായ ശൗനകൻ 12 നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ആരംഭിച്ചിരിക്കുന്നു. അവിടേക്ക് ലോമഹർഷണ മഹർഷിയുടെ പുത്രൻ ഉഗ്രശ്രവസ് പ്രവേശിച്ചു. അവിടെ ആഗതരായിരുന്ന ഋഷിസഞ്ജയം മഹാജ്ഞാനിയായ ഉഗ്രശ്രവസിനോട് പഞ്ചമവേദമെന്നും സമന്തപഞ്ചക കാവ്യമെന്നും പ്രസിദ്ധമായ ജയമെന്നു വിഖ്യാതമായ ഭാരതകഥ കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. അതിൻ പ്രകാരം ഉഗ്രശ്രവസ് കഥ പറയാൻ ആരംഭിച്ചു. 18 പർവ്വങ്ങളിൽ ആദ്യത്തേത് ആദിപർവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്രയും ആമുഖമായി പറഞ്ഞുവെന്നേ ഉള്ളൂ. അടുത്ത ഖണ്ഡം മുതൽ ഓരോ കഥകളായി ഈ പരമ്പര നീളുന്നതായിരിക്കും. ഏവർക്കും നമസ്തേ. അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.